ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 ലോഗോസ് ക്യൂസിൻ്റെ പാഠഭാഗമായ റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം, റൂത്തിനോട് പറഞ്ഞ ബന്ധുവിനെ ബോവാസ് കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? നഗരവാതിൽക്കൽ. രണ്ടാമത്തെ ചോദ്യം, നഗരവാതിൽക്കൽ വച്ച് കണ്ടുമുട്ടിയ ബന്ധുവിനോട് ബോവാസ് പറഞ്ഞതെന്ത്? സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. മൂന്നാമത്തെ ചോദ്യം, ബോവാസ് ബന്ധുവിനോട് നഗരവാതിൽക്കൽ അല്പനേരം ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം ആരെയാണ് വിളിച്ചു കൊണ്ടുവന്നത്? ശ്രേഷ്ഠന്മാരായ 10 പേരെ. നാലാമത്തെ ചോദ്യം, ബോവാസ് ബന്ധുവായ യുവാവിനോടും നഗരത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന ശ്രേഷ്ഠന്മാരോടും നവോമി എന്തു വിൽക്കാൻ പോകുന്ന കാര്യമാണ് അറിയിച്ചത്? എലീമലക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം. അഞ്ചാമത്തെ ചോദ്യം, നവോമി എലീമലക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്ന കാര്യം ആരെ അറിയിക്കണമെന്നാണ് ബോവാസ് കരുതിയത്? ബന്ധുവിനെ. ആറാമത്തെ ചോദ്യം, നവോമി നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നത് വാങ്ങുക എന്ന് ആരുടെയെല്ലാം സാന്നിധ്യത്തിൽ ബന്ധുവിനോട് പറയണമെന്നാണ് ബോവാസ് ആഗ്രഹിച്ചത്? ഇവിടെ ഇരിക്കുന്നവരുടെയും എൻ്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും. ഏഴാമത്തെ ചോദ്യം, മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക, താല്പര്യമില്ലെങ്കിൽ എന്നെ അറിയിക്കുക എന്ന ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? എലീമലക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം വാങ്ങുന്നതിനെക്കുറിച്ച്. എട്ടാമത്തെ ചോദ്യം, നവോമി വിൽക്കാൻ പോകുന്ന നിലത്തിലെ ഒരു ഭാഗം വീണ്ടെടുത്തില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ആരാണെന്നാണ് ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത്? ബോവാസ് തന്നെ. നവോമി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന നിലത്തിൽ ഒരു ഭാഗം വീണ്ടെടുക്കാം എന്ന് പറഞ്ഞത് ആര്? ഒരു ബന്ധു. നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ ആരെ കൂടി നീ സ്വീകരിക്കണമെന്നാണ് ബന്ധുവിനോട് ബോവാസ് പറഞ്ഞത്? നവോമിയുടെ മകൻ്റെ വിധവയായ റൂത്തിനെ. 11ാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് നവോമിയുടെ മകൻ്റെ വിധവയെ സ്വീകരിക്കണമെന്ന് ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത്? മരിച്ചവൻ്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന്. 12ാമത്തെ ചോദ്യം, നവോമിയുടെ മകൻ്റെ വിധവയെ എന്ന് സ്വീകരിക്കണമെന്നാണ് ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത്? നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ. 13ാമത്തെ ചോദ്യം, നവോമിയുടെ പുത്രൻ്റെ വിധവയായ റൂത്തിനെ സ്വീകരിക്കണമെന്ന് ബന്ധുവിനോട് പറഞ്ഞപ്പോൾ മറുപടി എന്തായിരുന്നു? അത് സാധ്യമല്ല. 14ാമത്തെ ചോദ്യം, നവോമിയുടെ വിധവയായ മരുമകളെ സ്വീകരിക്കാതിരിക്കുന്നതിന് ബന്ധു പറഞ്ഞ കാരണം എന്തായിരുന്നു? അതുവഴി എൻ്റെ അവകാശം നഷ്ടപ്പെടാനിടയാകും. 15ാമത്തെ ചോദ്യം, വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് എവിടെ നിലനിന്നിരുന്ന നിയമമനുസരിച്ചാണ് ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരിപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കുന്നത്? ഇസ്രായേലിൽ. 16ാമത്തെ ചോദ്യം, എന്തു സംബന്ധിച്ചുള്ള ഇസ്രായേലിലെ നിയമമനുസരിച്ചാണ് ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരിപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കുന്നത്? വീണ്ടെടുപ്പും കൈമാറ്റവും. 17ാമത്തെ ചോദ്യം, ആരുടേതായ എല്ലാം നവോമിയിൽ നിന്ന് ഇന്നു ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ് എന്നാണ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും ബോവാസ് പറഞ്ഞത്? എലീമലക്, മഹ്ലോൻ, കിലിയോൻ. 18ാമത്തെ ചോദ്യം, ആരുടെ വിധവയായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് ബോവാസ് പറഞ്ഞത്? മഹ്ലോൻ്റെ. 19ാമത്തെ ചോദ്യം, നവോമിയുടെ പുത്രൻ്റെ നാമം എവിടെ നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് വിധവയായ റൂത്തിനെ സ്വീകരിച്ചതെന്നാണ് ബോവാസ് പറഞ്ഞത്? സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും. 20ാമത്തെ ചോദ്യം, കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആരെപ്പോലെ ആക്കട്ടെ എന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും ബോവാസിനോട് പറഞ്ഞത്? റാഹേൽ, ലേയ. 21ാമത്തെ ചോദ്യം, ആർക്കു ജന്മം കൊടുത്ത സ്ത്രീകൾ എന്നാണ് റാഹേൽ, ലേയ എന്നിവരെക്കുറിച്ച് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത്? ഇസ്രായേൽ ജനത്തിന്. 22ാമത്തെ ചോദ്യം, നീ ഡാഷിൽ ഐശ്വര്യവാനും ഡാഷിൽ പ്രസിദ്ധനുമാകട്ടെ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും ബോവാസിനോട് പറഞ്ഞു. എഫ്രാത്തയിൽ ഐശ്വര്യവാനും ബേത്ലഹേമിൽ പ്രസിദ്ധനുമാകട്ടെ. 23ാമത്തെ ചോദ്യം, റൂത്തിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവും ആരുടെ ഭവനം പോലെ ആക്കട്ടെ എന്നാണ് ബോവാസിനോട് പറഞ്ഞത്? പേരസിൻ്റെ ഭവനം പോലെ. 24ാമത്തെ ചോദ്യം, പേരസിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു? യൂദായും താമാറും.
25-ാമത്തെ ചോദ്യം, നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് സ്ത്രീകൾ പറഞ്ഞത് ആരോടാണ്? നവോമിയോട്. 26-ാമത്തെ ചോദ്യം, നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് സ്ത്രീകൾ പറഞ്ഞത് എപ്പോഴാണ്? റൂത്ത് ഒരു പുത്രനെ പ്രസവിച്ചപ്പോൾ. 27-ാമത്തെ ചോദ്യം, ആര് നിനക്ക് നവജീവൻ പകരുമെന്നാണ് നവോമിയോട് സ്ത്രീകൾ പറഞ്ഞത്? റൂത്തിൻ്റെ പുത്രൻ. ആരെയാണ് ഇസ്രായേലിലെ സ്ത്രീകൾ 7 പുത്രന്മാരേക്കാൾ വിലപ്പെട്ടവളെന്ന് നവോമിയോട് പറഞ്ഞത്? മരുമകളായ റൂത്തിനെ. റൂത്തിൻ്റെയും ബോവാസിൻ്റെയും പുത്രൻ്റെ പേര് ഓബദ്. ഓബദിൻ്റെ പൗത്രൻ ദാവീദ്. ദാവീദിൻ്റെ പിതാവ് ജസ്സെ. പേരസിൻ്റെ പുത്രൻ ഹെബ്രോൺ. ബോവാസിൻ്റെ പിതാവ് സൽമോൻ. താങ്ക് യു.